ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. അരി കൊണ്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർക്കും ഷുഗർ ഉള്ളവർക്കും വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർക്കും അങ്ങനെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന വളരെയധികം ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്നത്തേത്. പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയൊക്കെ നമുക്ക് ഈ ഒരു മാവ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നോക്കിയാലോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ലിറ്റിൽ മില്ലറ്റാണ്. മലയാളത്തിൽ ഇതിനെ ചാമയരി എന്ന് പറയും. ചെറുധാന്യങ്ങളിലൊന്നാണ് ലിറ്റിൽ മില്ലറ്റ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് മില്ലറ്റും ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും കൊളസ്ട്രോൾ കുറയാനുമൊക്കെ ഒരു പിടി മില്ലറ്റെങ്കിലും ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് നല്ലതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഉഴുന്നാണ്. 1/4 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറുപയർ പരിപ്പാണ്. അതും 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉലുവ കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് 3-4 പ്രാവശ്യം കഴുകിയെടുക്കണം. അതിനുശേഷം വേണം വെള്ളം ഒഴിച്ച് ഇത് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാനായിട്ട്. ഞാനിത് നന്നായിട്ട് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് 6 മണിക്കൂർ കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. 6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഷുഗർ ഉള്ളവർക്ക് ഷുഗർ നോർമൽ ആവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മില്ലറ്റ്. അപ്പോൾ ഇതാ ഞാനിത് അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാം. ഇഡ്ഡലി മാവിന് നമ്മൾ അരയ്ക്കുന്ന കൺസിസ്റ്റൻസിയില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുകയാണ്. 2 ബാച്ചായിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഈ മാവിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ടോ അല്ലെങ്കിൽ സ്പൂണോ തവിയോ വെച്ചോ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റോളം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് 7 മുതൽ 8 മണിക്കൂർ വരെ ഫെർമെൻ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കാം. ഓരോ സ്ഥലത്തെയും കാലാവസ്ഥയ്ക്കനുസരിച്ച് ഫെർമെൻ്റായി കിട്ടാനുള്ള സമയവും വ്യത്യാസപ്പെട്ടിരിക്കും. നല്ല തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ 1-2 മണിക്കൂർ അധികം എടുക്കും ഇത് പൊങ്ങി വരാനായിട്ട്. ഞാനിത് രാത്രിയാണ് അരച്ച് വെച്ചത്. രാവിലെ ആകുമ്പോഴേക്കും മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറുതായിട്ട് ഞാനിതൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. സാധാരണ പോലെ തന്നെ ഇഡ്ഡലി തട്ടിൽ എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മാവ് കോരി ഒഴിച്ച് സ്റ്റീം ചെയ്തെടുത്താൽ മതി. നല്ലെണ്ണയാണ് ഞാൻ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തട്ട് അതിന് മുകളിലേക്ക് വെച്ച് ഒരു 6-7 മിനിറ്റോളം ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല പോലെ തന്നെ ഇഡ്ഡലി പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ മാവ് നന്നായിട്ട് ഫെർമെൻ്റ് ആയതുകൊണ്ടാണ് ഇതുപോലെ ഇഡ്ഡലി പൊങ്ങി വന്നത്. ചോറോ അവലോ ഒന്നും തന്നെ ചേർക്കാതെയാണ് നമ്മൾ ഈ മാവ് അരച്ചെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് കണ്ടില്ലേ, നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ തട്ടിൽ നിന്നും റിമൂവ് ചെയ്യാം. പഞ്ഞി പോലെ സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ്. തേങ്ങാ ചമ്മന്തിയോ ഉള്ളി ചമ്മന്തിയോ അല്ലെങ്കിൽ തക്കാളി ചട്നിയോ സാമ്പാറൊക്കെ കൂട്ടി ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇത് കണ്ടില്ലേ. തക്കാളി ചട്നിയുടെ റെസിപ്പി ഞാൻ മുൻപത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് മുൻപത്തെ വീഡിയോയിൽ മുരിങ്ങയില ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഒരുപാട് പേർക്ക് ഇഷ്ടമായതിൽ സന്തോഷമുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ദോശ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് മാവൊന്ന് ലൂസാക്കി എടുത്തതിന് ശേഷം വേണം ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. ഞാനിതിന് മുകളിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്യുകയാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാവുന്നതാണ്. നല്ല പോലെ തന്നെ മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് ദോശ പാനിൽ നിന്നും എടുത്ത് മാറ്റാം. ഇത് കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത് തണുത്ത് കഴിഞ്ഞാലും ഇതുപോലെ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. സൗണ്ട് കേൾക്കുന്നില്ലേ, നല്ല ക്രിസ്പിയാണ്. ഒരു ദോശ കൂടി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു.
ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലിടണേ. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന ലിറ്റിൽ മില്ലറ്റും അതുപോലെ മറ്റുള്ള മില്ലറ്റ്സും ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ദിവസവും ഒരു പിടിയെങ്കിലും ഉൾപ്പെടുത്തുന്നത് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് വളരെയധികം സഹായിക്കും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.